ഇത് 2 ചെറിയ പൈനാപ്പിള് ഞാൻ വിചാരിച്ചൊരു പായസം വെക്കാവുന്നത്. നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ശർക്കര ഇട്ട് തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ച്. ഇത് തേങ്ങാപ്പാൽ ശർക്കര ഒന്നുമില്ലാതെ പഞ്ചസാര മാത്രം ഇട്ട് ചൗവരി ഇട്ട് ഒരു പായസം വെക്കാം. അപ്പം ഇതെല്ലാം അരച്ചുകൊണ്ട് വരട്ടെ. പായസം വെക്കാൻ ഉരുളി ഞാൻ അടപ്പേ വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ടൊരു 2 സ്പൂണ് നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നെയ്യെല്ലാം ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് തേങ്ങാക്കൊത്തിടാം. തേങ്ങാക്കൊത്തൊന്ന് മൂക്കട്ടെ. ഇനി കുറച്ച് മുന്തിരിങ്ങയുണ്ട്, അതുകൂടെ ഇടാം. അതിനകത്തോട്ട് ഞാൻ ആ ചൗവരിയാണെങ്കിൽ ഒരു സീറ്റി അടിച്ചായിരുന്നു. അപ്പോൾ എളുപ്പം അങ്ങ് വേവുമല്ലോ. അപ്പോൾ അതുകൂടെ അങ്ങ് ഒഴിച്ച് എളുപ്പ വഴിയിലുള്ള ഒരു പായസം. അതിനി അവിടെ നിന്നൊന്ന് വേവട്ടെ. ചവ്വരി അങ്ങനെ കുറച്ച് ഒന്നായിട്ടുണ്ട്. ഇനി അരച്ച് വെച്ച പൈനാപ്പിൾ കൂടെ അങ്ങ് ഇടാം. അതൊന്ന് അതിനകത്ത് കിടന്ന് ഇത്രയും പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതുകൂടെ അങ്ങിടാം. ആയില്ല, ചൗവരി വേവാനുണ്ട്. ശർക്കര വെച്ചുണ്ടാക്കിയത് നല്ല അടിപൊളി പായസമായിരുന്നു. ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല, നോക്കാം. ഞായറാഴ്ച ദിവസം എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടികളാണ്. ഒരു ഇച്ചിരി സമയം കിട്ടുമ്പം രാവിലെ പോലെ ചെടിയുടെ ഒക്കെ അടിക്കലായിരുന്നു. ഇപ്പം പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇത് ചെയ്തേ. വേവട്ടെ. ഇങ്ങനെ പായസം എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുണ്ട് പായസം. ചൗവരിയൊക്കെ കൂടുതൽ ഇട്ടതായതുകൊണ്ട് അത് കുടിച്ച് നോക്കട്ടെ. നല്ല പായസമോ, തേങ്ങാക്കൊത്തും പിന്നെ മുന്തിരിങ്ങായി മാത്രമേ ഇട്ടുള്ളായിരുന്നു. പിന്നെ ശർക്കരയും തേങ്ങാപ്പാലും ഒന്നും ഒഴിക്കാത്ത പായസം. മധുരത്തിന് വേണ്ടി കുറച്ച് പഞ്ചസാര ഇട്ട്. മധുരമുള്ള പൈനാപ്പിളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പുളിപ്പായസം.